ഇതാണ് പുകഴ്പെറ്റ രാമപുരം ശ്രീരാമക്ഷേത്രം. കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം ഇവിടെ തുടങ്ങുന്നു. രാമനാമം ജപിച്ച് നൂറുകണക്കിന് ഭക്തർ ഒഴുകി വന്നെത്തുന്ന പുണ്യക്ഷേത്രം രാമപുരം ശ്രീരാമക്ഷേത്രം. മലപ്പുറത്ത് നിന്നും പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന ദേശീയ പാതയിൽ രാമന്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന രാമപുരം ദേശത്താണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. 800-ലേറെ വർഷങ്ങൾ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. പ്രധാന ശ്രീകോവിലിൽ ശ്രീരാമനും തൊട്ടടുത്ത് ഇടതുവശത്തെ ശ്രീകോവിലിൽ നരസിംഹമൂർത്തിയും കുടികൊള്ളുന്നു. ഇനി രാമകഥകളുടെ അമൃതവർഷത്താൽ ഭക്തിസാന്ദ്രമാകുന്നു ദിനരാത്രങ്ങൾ. രാമായണശീലുകൾ ഭക്തമനസ്സുകളിൽ കുളിർമാരി തൂകുന്നു. രാമപുരം ശ്രീരാമ ക്ഷേത്രം. വടക്കേടത്ത് മനയും തെക്കേടത്ത് മനയും ഊരാൺമക്കാരായിട്ടുള്ള ക്ഷേത്രം. മിഥുനമാസത്തിലെ അനിഴം നാളിലാണ് പ്രതിഷ്ഠാദിനം. കുംഭമാസത്തിലെ വെളുത്ത ഏകാദശിക്ക് വിശേഷ പൂജകളും ആഘോഷവും. പുണർദം നാളിൽ കൗസല്യാസുതനായി പിറന്ന ശ്രീരാമചന്ദ്രനെ രാമന്റെ നാമത്തിൽ അറിയപ്പെടുന്ന ഈ പുണ്യക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിൽ വന്നു തൊഴാൻ കഴിയുന്നത് ജന്മസുകൃതമാണ്. രാമപുരം ശ്രീരാമ ക്ഷേത്രം. ഇതാണ് രാമപുരം ശ്രീരാമ ക്ഷേത്രം. കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം ഇവിടെ തുടങ്ങുന്നു. 800-ലേറെ വർഷം പഴക്കമുള്ള ശ്രീരാമക്ഷേത്രം. മലപ്പുറത്ത് നിന്നും പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന ദേശീയ പാതയ്ക്ക് സമീപമാണ് പ്രസിദ്ധമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാമപുരം ശ്രീരാമക്ഷേത്രം. നാലമ്പല ദർശനത്തിന് ഈ ക്ഷേത്രം ഭക്തർ തിരഞ്ഞെടുക്കുന്നത് രാമപുരം ശ്രീരാമക്ഷേത്രവും അല്പം മാറി ലക്ഷ്മണക്ഷേത്രവും പിന്നെ 2 കിലോമീറ്ററിനുള്ളിൽ ശത്രുഘ്ന ക്ഷേത്രവും ഭരതക്ഷേത്രവും ഉള്ളതുകൊണ്ടാണ്. ഇവിടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പുരാതനമായ 4 ക്ഷേത്രങ്ങളും ദർശിക്കുവാൻ സാധിക്കും. ഈ ദേശം തന്നെ രാമന്റെ പേരിൽ അറിയപ്പെടുന്നു. രാമപുരം ശ്രീരാമക്ഷേത്രം. രാജാവായ ശ്രീരാമസങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ച സർവകലകളും തികഞ്ഞ ശ്രീരാമക്ഷേത്രം. കർക്കിടക മാസത്തിൽ ആയിരക്കണക്കിന് ഭക്തർ പ്രാർത്ഥനകളോടെ വന്നെത്തുന്ന പുണ്യപുരാതന ക്ഷേത്രം. രാമപുരം ശ്രീരാമ ക്ഷേത്രം. പാൽപായസപ്രിയനാണ് രാമപുരത്തെ ശ്രീരാമൻ. രാമന് നൽകാതെ പാലുമായി ക്ഷേത്രനട മുറിച്ചു കടക്കരുത് എന്നാണ് രാമപുരത്തെ വിശ്വാസം. രാമപുരത്തെ വീടുകളിൽ പശു പ്രസവിച്ചാൽ ആദ്യം കറന്നടക്കുന്ന പാൽ എല്ലാവരും ശ്രീരാമന് സമർപ്പിക്കുന്നു.
രാമപുരം ശ്രീരാമക്ഷേത്രം. പായസപ്രിയനാണ് രാമപുരത്തെ ശ്രീരാമൻ. പഞ്ചസാര പായസമാണ് ഇഷ്ട വഴിപാട്. രാമപുരത്തെ ശ്രീരാമനെ കുറിച്ച് പറയാൻ ഭക്തർക്ക് 100 അനുഗ്രഹ കഥകളുണ്ട്. രാമനാമ മന്ത്രവും ഉരുവിട്ട് ഭക്തർ നിത്യദർശനം നടത്തുന്ന വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് രാമപുരം ശ്രീരാമ ക്ഷേത്രം. ഇതാണ് പുകഴ്പെറ്റ രാമപുരം ശ്രീരാമ ക്ഷേത്രം. കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം ഇവിടെ തുടങ്ങുന്നു. നാലമ്പല ദർശനത്തിന്റെ ഭാഗമായി ശ്രീരാമചന്ദ്ര ദർശനം കഴിഞ്ഞാൽ ഭക്തർ പിന്നെ ഭരതക്ഷേത്രത്തിൽ വന്നെത്തുന്നു. രാമപുരത്തു നിന്നും 2 കിലോമീറ്റർ ദൂരെയുള്ള നാറാണത്തു നിന്നും 1/2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചിറക്കാട്ട് ഭരതക്ഷേത്രത്തിൽ വന്നെത്താം. വിഷ്ണുവിന്റെ ചതുർഭാഗനും സർവ സദ്ഗുണ സമ്പന്നനുമായ ഭരതൻ വസിക്കുന്ന ക്ഷേത്രം ചിറക്കാട്ട് ഭരതക്ഷേത്രം. വളരെ പുരാതനമായ ക്ഷേത്രമാണ് ചിറക്കാട്ട് ഭരതസ്വാമി ക്ഷേത്രം. ക്ഷിപ്രപ്രസാദിയാണ് ഭരതസ്വാമി. ധാരാളം ഭക്തർ നിത്യദർശനം നടത്തുന്ന ചിറക്കാട്ട് ഭരതസ്വാമി ക്ഷേത്രം. ഇതാണ് ചിറക്കാട്ട് ഭരതസ്വാമി ക്ഷേത്രം. നാറാണത്തു നിന്നും 1/2 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ വന്നെത്താം. നാലമ്പല ദർശനത്തിന്റെ ഭാഗമായി ശ്രീരാമ ദർശനത്തിനു ശേഷം ഭക്തർ രാമപുരത്തു നിന്നും നാറാണത്ത് ശത്രുഘ്ന ക്ഷേത്രം, ചിറക്കാട്ട് ഭരതസ്വാമി ക്ഷേത്ര ദർശനത്തിനു ശേഷം നാലമ്പല ദർശനത്തിന്റെ ഭാഗമായി ഭക്തർ വന്നെത്തുന്ന പുരാതനമായ ക്ഷേത്രമാണ് നാറാണത്ത് ശത്രുഘ്നസ്വാമി ക്ഷേത്രം. ആയില്യം നാളിൽ പിറന്ന സുമിത്രാപുത്രന്റെ ക്ഷേത്രം. 500 വർഷം പഴക്കമുള്ള നാറാണത്ത് ശത്രുഘ്ന ക്ഷേത്രം. സാക്ഷാൽ നാറാണത്ത് ഭ്രാന്തൻ പ്രതിഷ്ഠ നിർവഹിച്ച പുണ്യക്ഷേത്രം നാറാണത്ത് ശത്രുഘ്നസ്വാമി ക്ഷേത്രം. നാലമ്പല ദർശനത്തിന്റെ ഭാഗമായി നാറാണത്ത് ശത്രുഘ്ന ക്ഷേത്രത്തിൽ നിന്നും ഭക്തർ രാമപുരത്തിനു സമീപമുള്ള ലക്ഷ്മണ ക്ഷേത്രത്തിൽ വന്നെത്തുന്നു. ഇതാണ് സുമിത്രാപുത്രനായ രാമദാസനായ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. അയോധ്യ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. അഭീഷ്ട വരദായകനായ ലക്ഷ്മണസ്വാമിയുടെ ക്ഷേത്രം. അയോധ്യ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനും നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ഇപ്പോൾ നവീകരണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ലക്ഷ്മണസ്വാമി ദർശനത്തോടുകൂടി നാലമ്പല ദർശനം പൂർണ്ണമാകുന്നു. അയോധ്യ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. രാമനെയും ഭരതനെയും ശത്രുഘ്നെയും ലക്ഷ്മണനെയും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ദർശിക്കുവാൻ സാധിക്കുന്നു എന്നതാണ് രാമപുരത്തെ നാലമ്പല ദർശനത്തിന്റെ പ്രത്യേകത.